My dear students, a warm welcome to Riju and PSK Tele classes. Two coherent point sources S1 and S2 vibrating in phase emit light of wavelength lambda. Separation between the sources is 2 lambda. The smallest distance S2 on a line passing through S2 perpendicular to S1 S2 where minimum intensity occurs is. S1 ഉം S2 ഉം coherent സോഴ്സുകളാണ്. They are separated by distance 2 lambda. സോ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ചൂസ് ചെയ്താൽ ഇവിടെ ഒരു വെരി ക്ലോസ് ടു S2 ഒരു പോയിന്റ് ചൂസ് ചെയ്താൽ ആ പോയിന്റിലോട്ട് S1 നിന്ന് വരുന്ന ലൈറ്റും S2 നിന്ന് വരുന്ന ലൈറ്റും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി അത് 2 ലാംഡ തന്നെയല്ലേ? മുകളിലേക്ക് പോയി ഏതോ ഒരു പോയിന്റിലെത്തി ആ പോയിന്റിൽ ഇതാ ഇവിടെ മിനിമം ഇൻറ്റൻസിറ്റി വരണം എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ നമുക്ക് നോക്കാം, S1 നിന്നും ലൈറ്റ് വരുന്നുണ്ട്, S2 നിന്നും ലൈറ്റ് വരുന്നുണ്ട്. നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ ഇതല്ലേ പാത്ത് ഡിഫറൻസ്. ഓൾറെഡി 2 ലാംഡ പാത്ത് ഡിഫറൻസ് വന്നാൽ നിങ്ങൾക്ക് അറിയാം ബ്രൈറ്റ്നസ് ആണ്. നമുക്ക് ഡാർക്ക് വരാനുള്ള ആദ്യത്തെ കണ്ടീഷൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഹിയർ ദിസ് പാത്ത് ഡിഫറൻസ് ഈസ് 3 ലാംഡ ബൈ 2. എന്തുകൊണ്ടാണ് 3 ലാംഡ ബൈ 2? 1.5 ലാംഡ. ഓൾറെഡി ഈ പോയിന്റിൽ 2 ലാംഡയാണ്. മുകളിലോട്ട് പോയി ഏതോ ഒരു പോയിന്റിൽ 3 ലാംഡ ബൈ 2 വന്നാൽ അവിടെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കും. ഇനി നിങ്ങൾ ആലോചിക്കുക, ഈ ലൈനിലൂടെ വീണ്ടും നമ്മൾ മുകളിലോട്ട് പോകണം. ഏതോ ഒരു പോയിന്റിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കാം? പാത്ത് ഡിഫറൻസ് ലാംഡ വരുന്ന പോയിന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ വീണ്ടും കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വരും. പിന്നെ മുകളിലേക്ക് പോയാൽ ഇവിടെ നിന്ന് വന്ന ലൈറ്റും ട്രാവൽ ചെയ്ത ദൂരത്തിലുള്ള ഡിഫറൻസ് ലാംഡ ബൈ 2 വരുന്ന പോയിന്റ് ഉണ്ടായിരിക്കും. അവിടെ ഡാർക്ക് വരും. പിന്നെയും മുകളിലോട്ട് പോയാൽ ഇൻഫിനിറ്റിയിൽ എന്ത് സംഭവിക്കും? S1 നിന്ന് വന്ന ലൈറ്റും S2 നിന്ന് വന്ന ലൈറ്റും ട്രാവൽ ചെയ്ത ദൂരം അപ്രോക്സിമേറ്റ്ലി സെയിം ആവും. അപ്പോൾ പാത്ത് ഡിഫറൻസ് 0 വരും. ഓക്കെ, അപ്പോൾ നോക്കൂ, ഈ പോയിന്റിൽ പാത്ത് ഡിഫറൻസ് 2 ലാംഡ. മുകളിലേക്ക് പോയ ഏതോ ഒരു പോയിന്റിൽ 3 ലാംഡ ബൈ 2 ഡാർക്ക്. പിന്നെയും മുകളിലേക്ക് പോയാൽ ലാംഡ വരാം, അപ്പോൾ വീണ്ടും ബ്രൈറ്റ്. പിന്നെയും മുകളിലേക്ക് പോയാൽ ലാംഡ ബൈ 2 വരണം, വീണ്ടും ഡാർക്ക്. പിന്നെ പോയി ഇൻഫിനിറ്റിയിലെത്തിയാൽ പാത്ത് ഡിഫറൻസ് 0. അപ്പോൾ ഈ പോയിന്റിൽ നമ്മളോട് പറഞ്ഞത് വേറെ മിനിമം ഇൻറ്റൻസിറ്റി ഒക്കേഴ്സ് ഈ ഡിസ്റ്റൻസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തു ഈ പോയിന്റ് ബ്രൈറ്റ്, പാത്ത് ഡിഫറൻസ് 2 ലാംഡ. മുകളിലേക്ക് പോയി ഏതോ ഒരു പോയിന്റിലെത്തി, ആ പോയിന്റിൽ പാത്ത് ഡിഫറൻസിൻ്റെ വാല്യൂ ലാംഡ ബൈ 2ന് മുന്നേ ആര് വരും? 3 ലാംഡ ബൈ 2 വരും ഇവിടെ. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പാത്ത് ഡിഫറൻസ് S2 സ്ട്രൈറ്റ് ലൈൻ ആൻഡ് S2 പെർപെൻഡിക്കുലർ ടു S1 S2 വേറെ മിനിമം ഇൻറ്റൻസിറ്റി ഒക്കേഴ്സ് ഈസ്. അപ്പോൾ ഈ ലൈനിലൂടെ പോകുന്ന പോയിന്റ്സ് നമുക്ക് ഈ ഒരു പോയിൻ്റാണ് വേണ്ടത്. അവിടേക്ക് S1 നിന്നും ലൈറ്റ് വന്നു, S2 നിന്നും ലൈറ്റ് വന്നു. ട്രാവൽ ചെയ്ത ദൂരത്തിലുള്ള ഡിഫറൻസ് S1D മൈനസ് S2D, അതല്ലേ പാത്ത് ഡിഫറൻസ്. ആ വാല്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ പോയിന്റിൽ എന്തായിരുന്നു? 2 ലാംഡ പോയി 3 ലാംഡ ബൈ 2, പിന്നെ ലാംഡ ബൈ 2 വരാം, ഫൈനലി ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ 0 വരാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 3 ലാംഡ ബൈ 2. S1D എങ്ങനെ കാണാം? S1D എന്ന് പറയുക ഈ ഡിസ്റ്റൻസ് അല്ലേ? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. റൂട്ട് ഓഫ് 2 ലാംഡ സ്ക്വയർ പ്ലസ് y സ്ക്വയർ മൈനസ് y ഈസ് ഈക്വൽ ടു 3 ലാംഡ ബൈ 2. ക്ലിയർ അല്ലേ? നമുക്ക് റൂട്ട് ഓഫ് 2 ലാംഡ സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് സ്റ്റെപ്പ് 3 ലാംഡ ബൈ 2 പ്ലസ് y. ക്ലിയർ അല്ലേ? 2 ലാംഡ ഓൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 3 ലാംഡ ബൈ 2 പ്ലസ് y ദ ഓൾ സ്ക്വയർ ചെയ്തു രണ്ട് സൈഡിലും. അടുത്ത സ്റ്റെപ്പ് 4 ലാംഡ സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 9 ലാംഡ സ്ക്വയർ ബൈ 4 പ്ലസ് 2 ഇൻറ്റു 3 ലാംഡ ബൈ 2 ഇൻറ്റു y. 2 ക്യാൻസൽസ്. 3 ലാംഡ y പ്ലസ് y സ്ക്വയർ ചെയ്തു. അപ്പോൾ y സ്ക്വയർ ക്യാൻസൽസ്. അപ്പോൾ 4 ലാംഡ സ്ക്വയർ മൈനസ് 9 ലാംഡ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 3 ലാംഡ y. ലാംഡ ക്യാൻസൽസ്. സോ 4 മൈനസ് 9 ബൈ 4 ലാംഡ ഈക്വൽ ടു 3y. 16 minus 9. 7 by 4 lambda equal to 3y. You want to find the value of y.
y ഈസ് ഈക്വൽ ടു 7 ലാംഡ ഡിവൈഡഡ് ബൈ 12. 7 ലാംഡ ബൈ 12. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ. ഈ പ്രോബ്ലം കഴിഞ്ഞ പ്രോബ്ലം തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്. ആ കൺസെപ്റ്റ് അറിയെങ്കിൽ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 coherent light sources, each of wavelength lambda, are separated by distance 3 lambda. Maximum number of minima formed on the line AB, which runs from minus infinity to plus infinity. ഫിഗർ കണ്ടോ? പിയിലും ക്യൂവിലും ആരുണ്ട്? 2 കൊഹറൻറ്റ് സോഴ്സുകളുണ്ട്. ദേ ആർ സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് ലാംഡ. ഈ എ ബി എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീനാണ്. സ്ക്രീൻ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെ പോകുന്നു. അങ്ങനെയാണെങ്കിൽ ആ സ്ക്രീനിൻ്റെ മുകളിൽ മാക്സിമം നമ്പർ ഓഫ് മിനിമ മീൻസ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ഓക്കെ, ഫിഗർ ഞാനൊന്ന് മാറ്റി വരയ്ക്കാം. ഇതാ 2 സോഴ്സുകൾ S1 S2, they are separated by distance given it is 3 lambda. Then ഒരു സ്ക്രീൻ ഉണ്ട് ഇവിടെ. സ്ക്രീൻ അത് മൈനസ് ഇൻഫിനിറ്റിന്ന് പ്ലസ് ഇൻഫിനിറ്റി വരെ പോകുന്നു. കറക്റ്റ് ഈ സെൻറ്ററിലോട്ട് നോക്കൂ നിങ്ങൾ. സെൻറ്റർ ഈ പോയിന്റ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ ലൈൻ ജോയിനിങ് S1 and S2. ഈ പോയിന്റ് O എന്ന് ചൂസ് ചെയ്തോളൂ. S1-ൽ നിന്ന് വന്ന ലൈറ്റും S2-ൽ നിന്ന് വന്ന ലൈറ്റും അവിടേക്ക് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിം അല്ലേ? ഒരു കാര്യം ഉറപ്പാണ്, ഈ പോയിന്റിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കും. കാരണം അവിടേക്കുള്ള പാത്ത് ഡിഫറൻസ് ഉണ്ടല്ലോ. S1-ൽ നിന്നും S2-ൽ നിന്നും വരുന്ന ലൈറ്റ് അവിടെ ട്രാവൽ ചെയ്തെത്തുമ്പോൾ പാത്ത് ഡിഫറൻസ് 0 ആണ്. ക്ലിയർ അല്ലേ? അങ്ങ് പോയി പ്ലസ് ഇൻഫിനിറ്റിയിലെത്തി. പ്ലസ് ഇൻഫിനിറ്റിയിൽ നിന്ന് എത്തുമ്പോൾ S1-ൽ നിന്ന് വരുന്ന ലൈറ്റാണോ S2-ൽ നിന്ന് വന്ന ലൈറ്റാണോ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യുക? അത് അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ പ്ലസ് ഇൻഫിനിറ്റിയിൽ പാത്ത് ഡിഫറൻസ് അപ്രോക്സിമേറ്റ്ലി 3 ലാംഡ. നമുക്ക് ഏറ്റവും ടോപ്പിലത്തെ ഒരു പോയിന്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 3 ലാംഡ അല്ലേ? അപ്പോൾ ഈ പോയിന്റിൽ പാത്ത് ഡിഫറൻസ് 0യും പ്ലസ് ഇൻഫിനിറ്റിയിൽ പാത്ത് ഡിഫറൻസ് 3 ലാംഡയും. അതുപോലെ താഴേക്കും പോവാം. താഴെ പോയി ഏറ്റവും താഴെയുള്ളൊരു പോയിന്റിലെത്തി. ഇൻഫിനിറ്റിയിലെത്തിയാൽ S1-ൽ നിന്ന് വന്ന ലൈറ്റും S2-ൽ നിന്ന് വന്ന ലൈറ്റും നേരെ താഴെ ഒരു പോയിന്റ് നമ്മൾ അസ്യൂം ചെയ്താൽ അവിടേക്ക് ട്രാവൽ ചെയ്ത ദൂരത്തിലുള്ള വ്യത്യാസം 3 ലാംഡ തന്നെയല്ലേ ഇവർ? അപ്പോൾ ഈ പോയിന്റിൽ പാത്ത് ഡിഫറൻസ് 0, പ്ലസ് ഇൻഫിനിറ്റിയിൽ 3 ലാംഡ, മൈനസ് ഇൻഫിനിറ്റിയിലും 3 ലാംഡ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുകളിലോട്ട് പോകുമ്പോൾ 0, പാത്ത് ഡിഫറൻസ് ലാംഡ വരുന്നൊരു പോയിന്റ് വരാം. പോയി 2 ലാംഡ വരുന്നൊരു പോയിന്റ് വരാം. അങ്ങനെ പോയി ഇൻഫിനിറ്റിയിലെത്തുമ്പോൾ 3 ലാംഡ വരാം. ഇതുപോലെ താഴേക്കും വരും. ലാംഡ ഉള്ള പോയിന്റ് വരാം, 2 ലാംഡ ഉള്ള പോയിന്റ് വരാം. അങ്ങനെ ഇൻഫിനിറ്റിയിലെത്തിയാൽ 3 ലാംഡ ഉള്ളൊരു പോയിന്റും വരാം. ഇപ്പോൾ ബ്രൈറ്റ്നസിൻ്റെ കാര്യം പറയണമെങ്കിൽ 3 ലാംഡ, 2 ലാംഡ, 0 ലാംഡ, 2 ലാംഡ, അഗെയിൻ 3 ലാംഡ. അപ്പോൾ സെൻട്രൽ മാക്സിമം ആണിത്. 1, 2, 3 എണ്ണം മുകളിലേക്ക്, അതുപോലെ 1, 2, 3 എണ്ണം താഴേക്ക്. അപ്പോൾ 6 പ്ലസ് സെൻട്രൽ മാക്സിമം 1, 7 കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുന്ന പോയിന്റുകൾ വരും. അപ്പോൾ എത്ര ബ്രൈറ്റ് പോയിന്റുകൾ എന്തായിരിക്കും? 7. 0-ൽ വരും, ലാംഡ പാത്ത് ഡിഫറൻസ് ഉള്ള പോയിന്റിൽ വരും, 2 ലാംഡ പാത്ത് ഡിഫറൻസ് ഉള്ള പോയിന്റ് വരും, 3 ലാംഡ പാത്ത് ഡിഫറൻസ് ഉള്ള പോയിന്റ് വരും. 3 ലാംഡയിലേക്ക് എത്തുമ്പോഴേക്ക് സ്ഥലം ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, ഇതുപോലെ താഴേക്കും വരും. ഈ പ്രോബ്ലത്തിൽ മാക്സിമം അല്ല ചോദിച്ചത്, മിനിമം ആണ്. എത്ര മിനിമം പോയിന്റുകൾ, മിനിമം ഇൻറ്റൻസിറ്റി വരുന്ന ഹൗ മെനി പോയിന്റ്സ് ആർ ദർ? നോക്കൂ, 0യും ലാംഡയും, 0 പാത്ത് ഡിഫറൻസ് വരുന്ന പോയിന്റ്, ലാംഡ പാത്ത് ഡിഫറൻസ് വരുന്ന പോയിന്റ്. അപ്പോൾ അതിനിടയിൽ ഒരു ലാംഡ ബൈ 2 ഉണ്ടാവില്ലേ? അതുപോലെ ലാംഡയ്ക്കും 2 ലാംഡയ്ക്കും ഇടയ്ക്ക് ഒരു ലാംഡ ബൈ 2, 3 ലാംഡ ബൈ 2 വരില്ലേ? അതുപോലെ 2 ലാംഡയ്ക്കും 3 ലാംഡയ്ക്കും ഇടയ്ക്ക് ഒരു 5 ലാംഡ ബൈ 2 വരില്ലേ? അപ്പോൾ മുകളിലോട്ട് സ്ക്രീനിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 നമ്പർ 1, പാത്ത് ഡിഫറൻസ് 3 ലാംഡ ബൈ 2 നമ്പർ 2, പാത്ത് ഡിഫറൻസ് 5 ലാംഡ ബൈ 2 നമ്പർ 3. അതുപോലെ 3 എണ്ണം താഴേക്കും കിട്ടില്ലേ? ഇപ്പോൾ 3 + 3 6. ഓക്കെ, യുവർ ആൻസർ ഈസ് 6. വൺസ് അഗെയിൻ, ഈ പ്രോബ്ലത്തിൽ ടോട്ടൽ നമ്പർ ഓഫ് ബ്രൈറ്റ് പോയിൻറ്റ്സ് 7. അതിന് കാരണം സെൻട്രൽ മാക്സിമം ഇൻക്ലൂഡിങ് വരുമ്പോൾ 7 വരും. ടോട്ടൽ നമ്പർ ഓഫ് ഡാർക്ക് പോയിൻറ്റ്സ് 6. അപ്പോൾ ബ്രൈറ്റും ഡാർക്കും മാത്രമാണോ? അല്ല, ഈ പോയിന്റ് ബ്രൈറ്റ്
ഇൻറ്റൻസിറ്റി കുറഞ്ഞ് മിനിമം കൂടി മാക്സിമം കുറഞ്ഞ് മിനിമം കൂടി മാക്സിമം അങ്ങനെ പോകുന്നു. ഓക്കെ, യെസ്. ഫിഗർ ഹിയർ ഷോസ് P and Q as two equally intense coherent sources emitting radiations of wavelength 20 meter. Radiations of wavelength lambda equal to 20 meter. Separation between P and Q is 5 meter. So 5 meter is the separation between P and Q. It is equivalent to a path difference lambda by 4. This distance is equivalent to a path difference lambda by 4 because lambda is 20. And phase of P ahead of phase Q. Pയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ക്യൂയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ്, രണ്ടുപേരും തമ്മിൽ എന്തുണ്ട്? ഫേസ് ഡിഫറൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ഫേസ് ഓഫ് പി എഹെഡ് ഓഫ് ക്യൂ എന്ന് പറഞ്ഞത് കാര്യം ഇവർ കൊഹറൻ്റ് ആണോ അല്ലേന്ന്? യെസ്, കൊഹറൻ്റ് ആണ്. ഫേസ് ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയി നിന്നാൽ മതി, അപ്പോൾ അവർ കൊഹറൻ്റ് ആണ്. ഓക്കെ, 90 degree. A, B, C are three distant points of observation equidistant from the midpoint PQ. ഈ പോയിന്റിൽ നിന്ന് the intensity of radiation at A, B, C will bear a ratio. അപ്പോൾ ആദ്യം നമുക്ക് എ എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് വരാം. എ എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് ക്യൂയിൽ നിന്നും ലൈറ്റ് വരുന്നുണ്ട്, പിയിൽ നിന്നും ലൈറ്റ് വരുന്നുണ്ട്. ഓക്കെ, പാത്ത് ഡിഫറൻസ് നോക്ക്. ഈ ഡിസ്റ്റൻസ് 5 മീറ്റർ അല്ലേ? ദിസ് ഈസ് ഇക്വിവാലന്റ് ടു എ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 4. ഈ സെപ്പറേഷൻ ഈസ് ഇക്വിവാലന്റ് ടു എ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 4. ലാംഡ ബൈ 4 ഈസ് ഇക്വിവാലന്റ് ടു എ ഫേസ് ഡിഫറൻസ്. വി നോ ഇറ്റ് ഈസ് പൈ ബൈ 2. പൈ ബൈ 2. ലാംഡ ബൈ 4 ഈസ് ഇക്വിവാലന്റ് ടു എ ഫേസ് ഡിഫറൻസ് പൈ ബൈ 2. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉള്ളത് കാരണം ഈ പോയിന്റിലോട്ട്, എ എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് ലൈറ്റ് വരുമ്പോൾ ക്യൂയിൽ നിന്ന് വന്ന ലൈറ്റും പിയിൽ നിന്ന് വന്ന ലൈറ്റും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് പൈ ബൈ 2 ആണ്. പക്ഷേ ഒരു പ്രോബ്ലത്തിലൊരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, പിയുടെ ഫേസ് 90 ഡിഗ്രി എഹെഡ് ഓഫ് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാത്ത് ഡിഫറൻസിന് കാരണം പൈ ബൈ 2 പാത്ത് ഡിഫറൻസ് ഫേസ് ഡിഫറൻസ് വരുന്നുണ്ടെങ്കിലും ഇവൻ്റെ ഫേസ് 90 ഡിഗ്രി എഹെഡ് ആയത് കാരണം എ എന്ന് പറഞ്ഞ പോയിന്റിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് വന്ന ലൈറ്റും ഇവിടെ നിന്ന് വന്ന ലൈറ്റും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്തായി പോവും? 0 ആയിട്ട് പോവും. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ദേ ആർ ഈക്വലി ഇൻറ്റൻസ് ആയത് കാരണം അറ്റ് എ, ഇൻറ്റൻസിറ്റി അറ്റ് എ നമുക്ക് ചൂസ് ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 4i അല്ലെങ്കിൽ 4i0, വേർ i0 ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എമിറ്റഡ് ബൈ ഈച്ച് സോഴ്സ്. എന്തുകൊണ്ടാണ് പാത്ത് ഡിഫറൻസ് 0 ആയതെന്ന് ക്ലിയർ അല്ലേ? ആക്ച്വലി ഇവിടുന്ന് ഒരു ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ അത് പാത്ത് ഡിഫറൻസ് പൈ ബൈ 2 വരുന്നുണ്ട്. എന്നിട്ടും നമ്മൾ ഫേസ് ഡിഫറൻസ് ആ പോയിന്റിൽ 0 എടുക്കാനുള്ള കാരണം എന്താ? ഈ പി എന്ന് പറഞ്ഞ സോഴ്സിൽ നിന്നും ലൈറ്റ് എമിറ്റ് ചെയ്തപ്പോൾ പി ഇസ് എഹെഡ് ഓഫ് ഫേസ് ഓഫ് ക്യൂ ബൈ 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആ ഷോർട്ട് വരുന്ന 90 ഡിഗ്രി പി തൻ്റെ അഡീഷണൽ ഫേസ് ഉപയോഗിച്ച് ബാലൻസ് ചെയ്തു, അതുകൊണ്ടാണ് 0. ക്ലിയർ ആയോ? ഇനി നമുക്ക് ബി എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് വരാം. ബി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ എടുക്കുമ്പോൾ പിയിൽ നിന്നും ലൈറ്റ് വരുന്നുണ്ട്, ക്യൂയിൽ നിന്നും ലൈറ്റ് വരുന്നുണ്ട്. ജിയോമെട്രിക്കലുള്ള പാത്ത് ഡിഫറൻസ് 0 ആണ്, കാരണം ഒരേ ഡിസ്റ്റൻസ് അല്ലേ, ഇവിടുന്ന് ഒരേ ഡിസ്റ്റൻസ് അല്ലേ. പക്ഷേ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. നോക്ക്, ഫേസ് ഓഫ് പി ഈസ് എഹെഡ് ഓഫ് ഫേസ് ക്യൂ ബൈ 90 ഡിഗ്രി. അപ്പോൾ അവർ തമ്മിലൊരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റൻസിറ്റി അറ്റ് ബി എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? 4i0 ഇൻറ്റു കോസ് സ്ക്വയർ 5/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 4i0 ഇൻറ്റു കോസ് സ്ക്വയർ 90/2. cos 45 1/√2 സ്ക്വയറിങ് 1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2i0. ഓക്കെ, ഈ പോയിന്റിൽ, അതായത് ബി എന്ന് പറഞ്ഞ പോയിന്റിലെ ഇൻറ്റൻസിറ്റി എത്രയായിരിക്കും? 2i0 ആണെന്ന്. ഓക്കെ, ഇറ്റ് ഈസ് 2i0. അറ്റ് എ ദ ഇൻറ്റൻസിറ്റി ഈസ് 4i0, ബി ദ ഇൻറ്റൻസിറ്റി ഈസ് 2i0. ക്ലിയർ ആണല്ലോ ആ പോയിന്റ്? കാരണം ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിൽ നിന്നും ലൈറ്റ് ട്രാവൽ ചെയ്ത് ദൂരം സെയിം ആയിട്ട് പോലും അവിടെ ഇൻറ്റൻസിറ്റി 4i0 വരാതെ 2i0 വരാനുള്ള കാരണം പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പിയും ക്യൂവും തമ്മിലൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടെന്ന്. ഇനി നമുക്ക് സിയിലേക്ക് വരാം. സി, ഇൻറ്റൻസിറ്റി അറ്റ് ഇൻറ്റൻസിറ്റി അറ്റ് സി, പിയിൽ നിന്ന് ലൈറ്റ് വരുന്നു, ക്യൂയിൽ നിന്ന് ലൈറ്റ് വരുന്നു. ഈ ഗ്യാപ്പ് നിങ്ങൾക്കറിയാം ലാംഡ ബൈ 4 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയ ഫേസ് ഡിഫറൻസ് പൈ ബൈ 2 ആണ്. അപ്പോൾ ക്യൂയിൽ നിന്ന് വരുന്ന ലൈറ്റ് അവിടേക്കൊരു പൈ ബൈ 2
ആംഗിൾ π/2 ഫേസ് ലാഗ് ചെയ്യുന്നുണ്ട്. ഇനി അതിന് പുറമെ നിങ്ങൾ നോക്കൂ, ഫേസ് ഓഫ് പി ഇസ് എഹെഡ് എന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അങ്ങനെ ഒരു 90 ഡിഗ്രി വരില്ലേ. അപ്പോൾ സി എന്ന് പറഞ്ഞ പോയിന്റിലോട്ട് പിയിൽ നിന്നും ലൈറ്റ് വരുന്നുണ്ട്, ക്യൂയിൽ നിന്നും ലൈറ്റ് വരുന്നുണ്ട്. ഓൾറെഡി ഈ ഗ്യാപ്പ് കാരണം തന്നെ ഒരു π/2 ഫേസ് ഡിഫറൻസ് ഉണ്ട്. അതിന് പുറമെ ഈ ക്യൂ എന്ന് പറയുമ്പോൾ ഒരു 90 ഡിഗ്രി വേറെയും ലാഗ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ എത്രയായി? ഈ പോയിന്റിലോട്ടുള്ള ഫേസ് ഡിഫറൻസിൻ്റെ വാല്യൂ ടോട്ടൽ 90 + 90 180 അല്ലേ വരിക. 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വന്നാൽ നിങ്ങൾക്ക് അറിയാതെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് അല്ലേ. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വന്നു കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കില്ലേ. ഓക്കെ, അപ്പോൾ പോയിന്റ് നമ്പർ എ, ഇൻറ്റൻസിറ്റി ഈസ് 4I0 ബിക്കോസ് നെറ്റ് പാത്ത് ഡിഫറൻസ് ഈസ് 0. പോയിന്റ് ബി, നെറ്റ് ഇൻറ്റൻസിറ്റി ഈസ് 2I0, നെറ്റ് പാത്ത് ഡിഫറൻസ് ഈസ് π/2. This point intensity is 0 because net path difference is, come on, π/2. Path difference is λ/2. Phase difference is pi, that is 180 degree. Clear? Yes, our next question. In Young's double slit experiment, fringe pattern is observed on a screen placed at a distance capital D. The slits are coherent light of wavelength lambda. Assuming the distance from central point where the intensity falls to half the maximum. Intensity falls to half the maximum. Double slit experiment. So you know the equation to find resultant intensity. I equal to 4I0 into cos square phi/2. This is the equation for resultant intensity when intensity of light emitted by each source is I0. In this problem, it is given that the resultant intensity at a point is falls to half the maximum value. We know the maximum value is 4I0, so its half value means 2I0. So 2I0 is equal to 4I0 into cos square phi/2. Clear? Cancels. So cos square phi/2 equal to 1/2. So cos phi/2 is equal to 1/√2 or phi/2 equal to 45 degree, that is π/4. Yes, 2 cancels. Phi equal to π/2. Phi, it is 2π/λ into delta x, path difference. Path difference can be written like x small d divided by capital D. Already നമ്മൾ പഠിച്ചിട്ടുണ്ടത്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ പാത്ത് ഡിഫറൻസ് കാണുമ്പോൾ S2p minus x1p is equal to x small d by capital D equal to π/2. Pi cancels. So x is equal to, you want to find x because distance from the central point where the intensity falls to half. So x equal to lambda d divided by 4 small d. Lambda d divided by 4d. Yes, your answer is D. Okay, simple question. ഫൈനലി നിങ്ങൾ ആ ഫൈക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് അറിയാം, 2π/λ into delta x. ഡെൽറ്റ എക്സ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, എ സിമ്പിൾ ക്വസ്റ്റ്യൻ. In Young's double slit experiment, we get 60 fringes in the field view of monochromatic light of wavelength 4000 angstrom. If we use monochromatic light of wavelength 6000 angstrom, the number of fringes obtained on the same field view is. ഓക്കെ, നമുക്ക് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ഓർമ്മയുണ്ട്. റിയൽ സോഴ്സ്, ലൈറ്റ് വന്നു, ഇവിടെ പുറത്ത് വന്നു, സെൻറ്റർ ഓഫ് ദ സ്ക്രീൻ പി എന്ന് പറഞ്ഞൊരു പോയിന്റ്. ഇതാണ് ആദ്യത്തെ കേസിലെ ഫീൽഡ് വ്യൂ എന്ന് വിചാരിച്ചോളൂ. എക്സ്, ഡിസ്റ്റൻസ് എക്സ്. ഓക്കെ, ഇപ്പോൾ എക്സ് ഈക്വൽ ടു വേണമെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, എക്സ് ഈസ് ഈക്വൽ ടു എ ക്യാപിറ്റൽ N into ബീറ്റ, where N is the number of fringes. So number of, because see central maximum to bright beta, then beta. So N into beta is x. Clear? So x is equal to N into
lambda d divided by small d. Okay. In this problem, it is given same field view, same distance. So x is a constant. 4000 angstrom ഉപയോഗിച്ചപ്പോഴും 6000 angstrom ഉപയോഗിച്ചപ്പോഴും സെയിം ഫീൽഡ് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്മോൾ ഡി ചേഞ്ച് ചെയ്തിട്ടില്ല, ക്യാപിറ്റൽ ഡി ചേഞ്ച് ചെയ്തിട്ടില്ല. സോ n ഇൻറ്റു ലാംഡ ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ n1 ലാംഡ 1 ഈക്വൽ ടു n2 ലാംഡ 2. n1. അപ്പോൾ വേവ് ലെങ്ത് കുറവുള്ള ലൈറ്റ് യൂസ് ചെയ്താൽ ഫ്രിഞ്ച് വിടുത്ത് കുറയും. അപ്പോൾ മോർ ഫ്രിഞ്ചസ് കിട്ടും. ക്ലിയർ അല്ലേ പോയിന്റ്? അപ്പോൾ n1 ഈസ് 60 ഇൻറ്റു ഇനീഷ്യൽ വേവ് ലെങ്ത് ഈസ് 4000 ഈക്വൽ ടു n2 ഇൻറ്റു 6000. ഓക്കെ. In solving, you will get the answer. Your answer is 40. Your answer is 40. Our next question. In the ideal double slit experiment, when glass plate refractive index given, thickness T is introduced in the path of one of the interfering beams, the intensity at the position where central maximum occurred previously remain unchanged. That is, brightness remains brightness. Constructive interference remains constructive interference. So, in Young's double slit experiment, we know screen, we insert a glass slab of thickness T. When we insert a glass slab of thickness T, it will produce an additional path difference mu minus 1 into T. Okay. Already പറഞ്ഞിട്ടുണ്ട്. Mu minus 1 into T is the additional path difference produced by glass slab. If it is equal to n lambda, it is the condition for, come on, brightness. ഇപ്പോൾ ഈ പ്രോബ്ലത്തിൽ പറഞ്ഞത് ആദ്യം ഈ പോയിന്റിൽ ബ്രൈറ്റ്നസ് മാക്സിമം ആയിരുന്നു. സെൻട്രൽ മാക്സിമം ഈസ് ബ്രൈറ്റ്. അതിനുശേഷം ഗ്ലാസ് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ വീണ്ടും ബ്രൈറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് പാത്ത് ഡിഫറൻസ് എത്ര വരണം? ലാംഡ വരണ്ടേ? ലാംഡയോ 2 ലാംഡയോ 3 ലാംഡയോ 4 ലാംഡയോ ഏത് വേണമെങ്കിലും വരാം. ഇവിടെ നിങ്ങളോട് ചോദിച്ചത് മിനിമം ആണ്. ടി ഈസ് ഈക്വൽ ടു n ലാംഡ ഡിവൈഡഡ് ബൈ mu minus 1. So T is equal to n, we substitute n is equal to 1. Why we put n is equal to 1? Minimum thickness. So n lambda divided by mu equal to 1.5 minus 1. Lambda is given. So T is equal to lambda divided by 0.5. So your answer is 2 lambda. A. Yes, concept of this problem is same as that of previous one. In a plastic sheet of refractive index 1.6 covers one slit of double slit illuminated by monochromatic light. Center of the screen appears dark rather than bright. Minimum thickness of the glass plate. Last problem varacha adhe figure. Additional path difference produced by glass slab is mu minus 1 into T. It is equal to n lambda brightness. If it is equal to 2n plus 1 into lambda by 2 darkness. See here darkness, condition for darkness, 2n plus 1 into lambda by 2. Or mu minus 1 into T equal to lambda by 2. Why lambda by 2? We choose n equal to 0. Why? Because given that minimum thickness of plastic sheet. That's why we put n equal to 0. So the path difference is lambda by 2. So when the additional path difference created by glass slab is lambda, bright remains bright. If it is equal to lambda by 2, bright becomes dark. You want to find the thickness. T is equal to lambda divided by 2 into mu minus 1. So lambda is given. Lambda is 6600 by 2 into mu minus 1.6. On solving, you will get 5500 angstrom. Your option D. Okay. In Young's double slit experiment, a slab whose refractive index can be varied. It can be varied. He is placed in front of one of the slits. Then the variation of resultant intensity at midpoint of the screen with mu will be best represented mu greater than 1 or equal to 1. Assume the slit of equal width, there is no absorption by slab, midpoint of the screen point where waves interfere with the zero phase difference in absence of slab. So, adum
ലാസ്റ്റ് 2 പ്രോബ്ലംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2 സോഴ്സുകൾ, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. ദിസ് ഈസ് ദ ഒറിജിനൽ സോഴ്സ്. ലൈറ്റ് വന്നു, നമ്മൾ സ്ക്രീൻ വെച്ചു. നമുക്ക് ഗ്ലാസ് ലാബ് ഇൻസർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒ എന്ന് പറഞ്ഞ പോയിൻ്റ് ബ്രൈറ്റ് ആണെന്ന് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യലി ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇനീഷ്യലി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഈസ് മാക്സിമം. അപ്പോൾ ഗ്രാഫ് ഒരിക്കലും ഒരു നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പോൾ ഉറപ്പായിട്ടുണ്ട് ഇതുമല്ല ആൻസർ. കാരണം ഇൻറ്റൻസിറ്റി ഈസ് മാക്സിമം ഇനീഷ്യലി. സോ ഇറ്റ് മേ ബി എ ഓർ സി. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ഓൾറെഡി മാക്സിമം. ഇനി നമ്മളൊരു ഗ്ലാസ് ലാബ് വെച്ചു ഇവിടെ. അപ്പോൾ ലൈറ്റ് ഇവിടേക്ക് വന്നു, ഇവിടെ ലൈറ്റ് ഇവിടെ നിന്ന് വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ദിസ് ഗ്ലാസ് ലാബ് വിൽ പ്രൊഡ്യൂസസ് ആൻ അഡീഷണൽ പാത്ത് ഡിഫറൻസ് μ-1 into t ഈസ് ദ അഡീഷണൽ പാത്ത് ഡിഫറൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്ലാസ് ലാബ്. ഓക്കെ, ഇഫ് ദിസ് μ-1 into t 0 മീൻസ്, അത് 0 എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താ? തിക്നെസ് ഇല്ല എന്നല്ലേ. അപ്പോൾ അത് പറ്റില്ല. അല്ലെങ്കിൽ മ്യൂവിൻ്റെ വാല്യൂ എന്ത് വരണം? 1 വരണം. അതായത് വാക്വം അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്കിങ്ങനെ പറയാം, അതായത് ഈ μ-1 into t-യുടെ വാല്യൂ ഇനീഷ്യലി 0, അതായത് ഇനീഷ്യലി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 0, പിന്നെ കൂട്ടി വരികയെന്ന് വിചാരിച്ചു. ഇയാളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്തോറും μ-1 into t കൂടും. കൂടി λ/2 വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇയാൾ പ്രൊഡ്യൂസ് ചെയ്ത μ-1 into t λ/2 വരുമ്പോൾ ഈ പോയിന്റ് ഡാർക്ക് ആവില്ലേ? അപ്പോൾ ഇൻറ്റൻസിറ്റി കുറഞ്ഞതായിരിക്കും 0 ആവും. ഇനി മ്യൂവിൻ്റെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്യണം, കൂടിക്കൊണ്ടേയിരിക്കുന്നു. മ്യൂവിൻ്റെ വാല്യൂ കൂടി ഒരു സ്റ്റേജ് എത്തുമ്പോൾ μ-1 into t-യുടെ വാല്യൂ λ/യുടെ ഈക്വൽ ആവില്ലേ? ആ സമയത്ത് വീണ്ടും ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ മാക്സിമം ആവും, കാരണം വീണ്ടും ബ്രൈറ്റ്നസ്സിലോട്ട് പോകും. അപ്പോൾ μ-1 into t is equal to 0. That time this point is bright. When mu increases, μ-1 into t increases. When μ-1 into t is equal to λ/2, the center become dark. Then again you increase mu. When μ-1 into t becomes equal to λ, that point is again bright. Okay, it's a simple question. It's a previously asked JEE question. The concept is very simple. When you introduce a glass slab, the glass slab will produce an additional path difference. It is equal to μ-1 into t. If it equal to n lambda, brightness. If it is equal to n plus 1 into λ/2, condition for darkness. Okay.